ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഗ്യ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ മോർണിംഗ് വ്ളോഗായിട്ട് എടുക്കാൻ വിചാരിച്ചെന്ന്, പക്ഷേ ജസ്റ്റ് ഒന്ന് പണി പാളി എന്ന് പറഞ്ഞാൽ അടുക്കളയിലുള്ള സമയത്ത് എല്ലാവരും നമ്മൾ ഈ മൊബൈൽ ഇങ്ങനെ പിടിച്ചേക്കാറ് മോശമല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൾ ചപ്പാത്തി എന്നിട്ട് കടി ചപ്പാത്തി വേഗം പൊടിയൊക്കെ കുഴച്ച് പരത്തിയുടെ വെച്ചു. പിന്നെ കാണിച്ചത് കാശിക്കൂട്ടിന് കുറച്ച് ഒളാണ്ടി കുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ ചിക്കൻ ഉള്ള കാര്യം ഓർമ്മയില്ല. അപ്പോൾ അതിന് പകുതി എടുത്തിട്ട് നമുക്ക് ഉച്ചയ്ക്ക് വെക്കാമല്ലോ. അപ്പോൾ ഒരു ചിക്കൻ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ കണ്ടോ, ഒരടുപ്പിൽ ചപ്പാത്തി ചൂടുകയാണ്, ഒരടുപ്പിൽ ചോറ്. അടുപ്പിൻ്റെ കോലങ്ങൾ ആരും അന്നം കൊണ്ട് കേട്ടോ, കാരണം ഒരു 1.5 വെപ്പും തീരുമ്പോൾ ആ അടുപ്പിൽ കഴിഞ്ഞ് പോയി രാവിലെ തന്നെ. പിന്നെ രണ്ടാമത്തെ വെപ്പാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യം കുട്ടികൾക്ക് വേണ്ടി ദോശയും ചുട്ടത്. പിന്നെ മഞ്ഞസാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ നല്ല പഴംപൊരി ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഒരു ഈടുപാടുക്കത്തെ രാവിലെ നമ്മൾ അടുപ്പ് വൃത്തിയാക്കിയിട്ടാട്ടോ വെക്കല്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നു. അപ്പോൾ ഇതേ നല്ല പാക്കറ്റ് പാൽ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിൽ പാക്കറ്റ് ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് പാൽ ചായ ആക്കണം. പാൽ ചായയും ചപ്പാത്തി ചിക്കൻ കറി ഇന്നലെ രാത്രിയത്തെ ബാക്കിയുണ്ട്. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് രാവിലെ അല്ലേ മതി. പക്ഷെ രാവിലത്തെ ഭക്ഷണം രാജാവിനെ പോലെ എന്നൊക്കെയാണ് പറയുക. നമ്മളെ ഭക്ഷണമൊക്കെ ഇങ്ങനെ 9-10 മണിയൊക്കെ ആവും. അതുകൊണ്ട് എല്ലാ മക്കളും എണീച്ച് ഓരോരുത്തർ കൂടി പല്ലും തേപ്പും കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം കുറച്ചാവും. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ച് കുറച്ച് ചിക്കൻ കറി പഴംപൊരി തിന്നാണ്ടെന്ന് ഉണ്ടാക്കിയ ഇങ്ങനെ തിന്നാത്തതിൽ തിന്നിട്ട് നല്ല ടേസ്റ്റാണ്. ഈ പഴംപൊരിക്ക് ബീഫ് തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ അച്ഛനെ ഓടും റിങ്ങ് കൊണ്ടുവന്ന് നമുക്കൊക്കെ സൂഴിക്ക് റിങ് ഇറക്കണം. പിന്നെ മേൽക്കൂര ഓടിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വീട്ടിൽ കുറച്ച് ബാലൻസ് ഓടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറക്കിയപ്പോൾ ഒരു വെയിലട്ടോ. അച്ഛനത് ഒറ്റയ്ക്ക് ഇങ്ങനെ എടുക്കേണ്ടവർക്ക് ഭയങ്കര ഗതികേടായി. എന്നെ കൂടെ അത്ര എടുക്കാൻ കഴിയില്ല. എന്നാലും ഒരു ഓട് പോകുന്നു അത്രയും വെച്ചിട്ട്. പിന്നെ ഞാനും കുറച്ചൊക്കെ കൂടിക്കൊടുത്തു ആ ഓടെടുത്തൊക്കെ. നിങ്ങൾക്കറിയാലോ ഭയങ്കര ചൂടല്ലേ. പിന്നെ ഈ കാണുന്ന ശോകമുഖമായ രംഗം എന്താണെന്നറിയോ? എൻ്റെ അച്ഛൻ പോയതിൻ്റെ സങ്കടമാണ് സുഹൃത്തുക്കളെ, ഈ സങ്കടമാണ്. കുട്ടിക്ക് എൻ്റെ അച്ഛനും അമ്മ ജീവൻ്റെ ജീവനാണ്. ഒന്ന് ഞാനും കൂടി വേണ്ട. അപ്പോൾ അച്ഛൻ പോയത് സങ്കടത്തിൽ കേട്ടോ. പിന്നെ കണ്ട ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ കയറി. അയ്യോ, പാത്രം കിടക്കണമെങ്കിൽ സ്ത്രീധന നിറച്ചും സിങ്കിലൊക്കെ പാത്രം. അപ്പോൾ നമ്മൾ ഈ തമ്പ്രാൻകുട്ടീൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഹോൾഡ് ചെയ്യണ്ടേ. അപ്പോൾ കുറച്ച് ഐസ്ക്രീം കൊടുത്താണ്ടേ അവനെ ഇരുത്തിയേക്കാൻ കേട്ടോ. എവിടെ കുട്ടി നിൽക്കുമോ? കുട്ടിക്ക് എന്നാലും വേണം ഞാൻ ഒക്കത്തെടുത്ത് ഇങ്ങനെ നടക്കാൻ. പാത്രം കഴിക്കുമ്പോൾ എന്തായാലും ഒക്കത്തെടുത്ത് നടക്കൂല, 2 കൈയും പണി തന്നെയല്ലേ. അത് ഞാൻ വിചാരിച്ചറിയാം, നമുക്ക് ആദ്യം നേരത്തെ മാറ്റി ചിക്കൻ ഉണ്ടല്ലോ അതത് കഴുകി വാങ്ങിച്ചാൽ അത് വെക്കാനുള്ള പരിപാടിയൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ ഉച്ച നേരം ഞാൻ പറഞ്ഞല്ലോ 10 മണിക്ക് ശേഷം അടുക്കള എടുക്കാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം പെരും ചൂടും വെയിലുമാണ് ആ ഭാഗത്ത്. അപ്പം ഞാൻ ഒക്കൂല. അപ്പം എന്താ വെച്ചാൽ ചിക്കൻ കറി കുക്കറിൽ വയ്ക്കാമല്ലോ. ചിക്കൻ കറിയൊക്കെ എന്തിനാ കുക്കറിൽ വയ്ക്കണം എന്നുള്ള പറയുന്ന ആൾക്കാരുടെ ഒരു കാര്യം ഞാൻ പറയട്ടെ കേട്ടോ. നിങ്ങളാരും പറയില്ല, എന്നാലും ഞാൻ പറയട്ടെ. എവിടെയും കേൾക്കുകയാണെങ്കിൽ മറുപടി കൊടുക്കാമല്ലോ. കുക്കറൊക്കെ പിന്നെ എന്തിനു കണ്ടുപിടിച്ചതാണ്? നമ്മളെ സൗകര്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ വയ്ക്കാനാണ് കുക്കറും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. അത് വയ്ക്കാൻ പറ്റില്ല, ഇത് വയ്ക്കാൻ പാടില്ല ഒന്നും എവിടെ നിബന്ധനമില്ല. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് വയ്ക്കുക. കാരണം ഇന്നത് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് അതിൻ്റെ ചെറിയ ഉപദേശം തന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കുറച്ച് നമ്മളെ പെരുംജീരകം ഇട്ടു കേട്ടോ. നന്നാക്കി കുത്തി ലെവലാക്കി. അപ്പോൾ കണ്ടോ ഐസ്ക്രീംകാരൻ ഐസ്ക്രീമിൻ്റെ പാത്രമൊക്കെ വലിച്ചെറിഞ്ഞ് തുടങ്ങിയ സൂര്യൻ കടത്തിൽ. ഓനങ്ങനെയാണ്, ഓനങ്ങനെ എടുത്ത് നിൽക്കണം ഏതോ ഒരു നേരം. പിന്നെ ഞാൻ വിചാരിച്ചെന്നറിയാം, സവോള ഒന്നുമില്ല, സവോളയില്ല, ചെറിയ ഉള്ളിയില്ല. അപ്പം എന്തായാലും ചിക്കൻ കറി വെക്കണമല്ലോ. നമ്മുടെ അടുത്ത് പിന്നെ ഐഡിയ പലതായതുകൊണ്ടേ അപ്പോൾ നമുക്കൊന്ന് മല്ലിയും മുളകും വറുത്ത് വയ്ക്കാം. ഈ ട്രിക്കും കണ്ടോളിട്ടോ. അപ്പോൾ ഗ്യാസ് കത്തിച്ചു, കുക്കർ വെച്ചു. അപ്പം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയിടുന്നതിന് പകരം നമുക്ക് നനയ്ക്കാം മല്ലിയും മുളകും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാൻ കുറച്ച് മസാല ഇട്ടിട്ടുള്ളൂ. കാരണം എന്താ അറിയുമോ, പിന്നെ നമുക്ക് ചിക്കൻ മസാലയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയൊക്കെ വരുമ്പോൾ കുറച്ച് മസാലയിലാവും. അപ്പോൾ അതൊന്നൊരു മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് കഴുകി വാർത്ത ചിക്കൻ കഷ്ണങ്ങളിട്ട് നന്നായിട്ടൊന്ന് മിക്സ് വെൽ. ഇതെന്തൊക്കെയാണ് അറിയോ? ഗരം മസാല, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കും. കാരണം ഒരു കയ്യിൽ ഫോണാണ്. അപ്പോൾ ഇപ്പം തുറന്ന് കാണിച്ചു തരാൻ റിസ്ക്കാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇതൊരു നന്നാക്കി ഇളക്കട്ടോ. ഇനി നമുക്കിതിക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി ഇഞ്ചിയും വെളുത്തുള്ളി പെരുംജീരകം ഇല്ലേ അത് ഇടണം. ഇനി കുറച്ച് ഉപ്പും ഇടാം. അപ്പോൾ ഉപ്പിട്ട് നന്നാക്കി ഇളക്കിയിട്ട്
കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ചിക്കനല്ലേ കുറച്ചല്ലേ ഉള്ളൂ, ഒറ്റ വിസിലന്നെ ചിലപ്പോൾ ഇത് വേവും. ഞാൻ നല്ല 2 വിസിലാക്കിന് കേട്ടോ, ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ. നല്ല കുക്കറൊക്കെ ആണെങ്കിൽ ഒറ്റ വിസിലുമ്പോൾ വേവും. ഈ കുക്കർ പിന്നെ കുറച്ച് പഴക്കം കുറവാണ്, അതുകൊണ്ടാണ് തോന്നുന്നു, തീരെ ശരിയല്ല. ഇനി 10-15 കൊല്ലം പഴക്കമുണ്ട്. പിന്നെ ഞാൻ അത് അടുപ്പത്ത് വെച്ചാൽ വേഗം പാത്രങ്ങളൊക്കെ കഴുകട്ടെ വിചാരിച്ചിട്ടോ. ഈ ചെങ്ങായി ഇങ്ങനെ ഡ്രസ്സ് പിടിച്ചിട്ട് വാ വാ വാറെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇടയ്ക്ക് നിലയ്ക്ക് ഇനി പോകുന്ന ഫീലിംഗ് ആക്കണ്ട വെച്ചാൽ ഞാൻ തന്നെ ഇങ്ങനെ സ്കൂട്ടായി പിന്നെയും തിരിച്ചു വരും, പിന്നെയും അതേപോലെ പോകും. അങ്ങനെ ചെയ്യലാട്ടോ. നിങ്ങൾക്കറിയാമല്ലേ മദർഹുഡ് എന്ന് പറഞ്ഞ സംഭവം. ഈ കുട്ടികൾ ഇങ്ങനെ കരയുമ്പോൾ നമ്മളെ പണിയെടുക്കുമ്പോൾ നമുക്ക് നല്ല ദേഷ്യം തോന്നില്ലേ? അത് നമ്മളപ്പോഴത്തെ ആ സിറ്റുവേഷൻ അങ്ങനെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് കാണിക്കും, വേറെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ദേഷ്യം കാണിക്കും. അപ്പോൾ ഒരു എന്താ പറയുക, എനിക്ക് ദേഷ്യം കൂടുതലാണ്, എനിക്ക് നാവ് കൂടുതലാണ്, അത് കൂടുതലാണ്, ഇത് കൂടുതലാണ് ഒക്കെ പറയും. പക്ഷെ നമ്മളെ അവസ്ഥ ആരും മനസ്സിലാക്കില്ല. ഞാനങ്ങനെ പൊതുവാട്ടോ. കാരണം ഈ കുട്ടികളൊക്കെ പാടെ കരയുമ്പോഴും ഒന്നും എടുക്കാൻ ആളില്ലെങ്കിലും നമ്മളെ പണി കിടക്കുമ്പോൾ ഒരിക്കലും തന്നെ നല്ല ദേഷ്യമൊക്കെ വന്നിട്ടില്ല എന്ന് ഞാൻ പറയില്ല. ജിത്തേട്ടനോടൊക്കെ ഒരു പറയും അതന്നെ ഇങ്ങനെ പറയിങ്ങനെ ചീത്ത പറയും. പക്ഷെ നമ്മളപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ ഏതൊരു ഭർത്താവായാലും അമ്മായിമ്മയായാലും ആരായാലും അങ്ങനെ പറയൂല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ കേൾക്കണുണ്ട് കേട്ടോ, വേറെ കാര്യം. പിന്നെ വെച്ചാൽ എല്ലാവർക്കും ഒറ്റ പഴമൊഴിയുള്ളൂ അല്ലേ, ഈ കുട്ടികളൊക്കെ എല്ലാവർക്കും ഉണ്ട്. ശരിയാണ്, ഈ കുട്ടികൾ എല്ലാവർക്കും ഉള്ള സമയത്ത് ഓരിതൊക്കെ ഓരിങ്ങനെ കാട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ആരും എല്ലാം എല്ലാ ത്യാഗങ്ങളും സഹിച്ചെല്ലാം തിരിച്ച് ജീവിക്കുന്ന ആരുമില്ല. അപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്ത് അതിനെ തരണം ചെയ്ത് തന്നെ എല്ലാവരും മുന്നോട്ട് പോകണത്. അല്ലാതെ ഞാൻ അനുഭവിച്ചതിന് അത്ര വേറെ അനുഭവിച്ചില്ല വിചാരിക്കാനൊന്നും പാടില്ല. അപ്പം ചിക്കൻ കറി നല്ല റെഡി ആയിന് ഓരോ സുള്ളു പറഞ്ഞിരുന്നപ്പോൾ. ഇനി ഈ ചിക്കൻ കറി നമ്മൾ വറവിട്ടിട്ടില്ലല്ലോ, എണ്ണ ഒഴിച്ചില്ലല്ലോ. അപ്പം അതിന് മുന്നേ നമുക്ക് വെളിച്ചെണ്ണയിൽ പപ്പടം കാച്ചിരിക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ആ എണ്ണയത്തിനോട് വറവാക്കിയിട്ടാണ്, എന്നാൽ പിന്നെ മറ്റേ ആ എണ്ണ ബാലൻസ് വരില്ലല്ലോ. പപ്പടമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ തണുത്ത് അങ്ങെത്തി, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ കൊട്ടം കടിച്ചുകൊണ്ട് ഒക്കെ ടാസ്ക്കാണ്. നമുക്കൊരു ഐശ്വര്യപൂർണ്ണമായ സാധനങ്ങൾ പപ്പടമൊന്നും ഇപ്പോൾ കിട്ടാനില്ല. ഒന്നില്ലെങ്കിൽ ഇടുമ്പോഴേക്കും കയ്യർ കൊള്ളും, കാരണം അത്രയും തണുത്ത് അങ്ങെത്തിണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഉണ്ടോ പൊട്ടിച്ചും വെക്കിട്ടൊക്കെ ഞാൻ ഈ പപ്പടം പൊടിച്ച് ഭയങ്കര ടാസ്ക്കാണ്. പപ്പടമൊക്കെ വേവേം കേടുന്നുണ്ട്, എന്താ അറിയില്ല. പപ്പടം കുറച്ച് നിർബന്ധമായതുകൊണ്ട് കൂടുതൽ വാങ്ങി വെക്കണമെന്ന് അറിയില്ല കേട്ടോ. പപ്പടമൊക്കെ കാച്ചിരിക്കാം. നിങ്ങളൊക്കെ എന്താ പറയില്ലേ, പപ്പടം കാച്ചുക എന്നാണോ പപ്പടം വറുത്തെടുക്കുക എന്ന് പറയല്? ശരിക്കും ഓരോ സാധനത്തിനും ഒരു രീതിയിൽ ശരിക്കും പപ്പടം വറുക്കുക എന്നാണ് പറയണ്ടല്ലേ. കാരണം പാല് കാച്ചുക, ആ കാച്ചുക എന്ന് പറഞ്ഞാൽ തിളച്ച് വന്നണല്ലേ. ഈ പപ്പടം എന്ന് പറഞ്ഞാൽ എണ്ണയിൽ മുക്കി പൊരിക്കുമ്പോൾ പപ്പടം വറുക്കുക എന്നൊക്കെ പറയണം. എന്നാലും ഞാൻ പപ്പടം കാച്ചുക, പാല് കാച്ചുക ഒക്കെ പറയും കേട്ടോ. പല സന്ദർഭങ്ങളും പല അർത്ഥം ആണ്. പിന്നെ കണ്ട എണ്ണ ഒഴിച്ചു, തക്കാളി ഇട്ടു, അതിക്ക് കറിവേപ്പില ഇട്ടു, നന്നാക്കി എണ്ണയിൽ മൂപ്പിച്ചിട്ട് നമുക്ക് ചിക്കൻ കറി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. പണിക്കാരുണ്ട്, 2 ആളുണ്ട്, ചോറ് കൊടുക്കണം. അപ്പോൾ ചിക്കൻ കറിയിൽ വെള്ളമല്ല കേട്ടോ, വെള്ളം വളരെ കുറവാണ്. ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാണ്ടേ ഒന്നുകൂടി തിളപ്പിച്ചെടുത്ത കറി റെഡി. മസാല ഉണ്ടോയെന്ന് ഒരു ആവശ്യം കിട്ടുന്നില്ല, കുറച്ചൊരു ഉപ്പിൻ്റെ കുറവ് തോന്നി, അത് ഇടുകയും ചെയ്തു. അപ്പോൾ ഉള്ളിയൊന്നും ഇല്ലാത്ത ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് ഇതിൽ നമ്മൾ ഫീൽ ചെയ്തിട്ടുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് വെള്ളം പോലെ ആയില്ലേ, ഇത് നമുക്ക് പണിക്കാർക്ക് ചോറിന് കൊടുക്കാം. 2 പപ്പടം കൊടുത്താൽ ഇന്നത്തെ ഊണ് ഉഷാറായി. പിന്നെ ഇപ്പം കണ്ടു രാവിലത്തെ ചോളാണ്ടി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് കുറച്ച് കൊടുക്കുകയാണ്. കുട്ടിക്കാണെങ്കിൽ തീരെ സുഖമല്ല, ഭയങ്കര ഒരു പേടി പോലെ. അപ്പോഴേക്കും ഇവർ ഭക്ഷണം കഴിക്കാനും വന്നു, പിന്നെ അവർക്ക് ഭക്ഷണം കൊടുത്തു. പിന്നെ ഇവനെ കുറച്ച് ചൊള്ളാണ്ടി ഇരുന്നപ്പോഴേ ഓനൊന്ന് എനർജി ഇട്ടിട്ടോ. പിന്നെ ഓൻ്റെ ചിരിയും കളിയാണ് കുറച്ച് നേരം. എന്ത് ചിരിയും കളിയൊന്നും കാര്യമില്ല, ഒക്കത്തുനിന്ന് കുട്ടി ഇറങ്ങൂല, ഒക്കത്ത് എന്നുള്ള ചിരിയും കളി മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ ഇരുന്നിട്ടോ. ഞാൻ ഇരിക്കാണ്ട് നിങ്ങൾ ആരും എന്താ കൂടെ ഉണ്ടാ, എനിക്ക് നിലത്തിരിക്കുന്നുണ്ട്, കാലും കൈകൾ നീട്ടിങ്ങനെ ഇരിക്കണം. അതാണ് എനിക്ക് ഒരു കംഫർട്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇരിക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.